കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് കണ്ട ശേഷം ചിന്തിക്കൂ, നിങ്ങൾ അമ്മയെന്ന് വിളിക്കാൻ അർഹരാണോ എന്ന്. ആരെയും കളിയാക്കുകയോ പുച്ഛിച്ചോ ഒന്നും അല്ല കേട്ടോ. ശങ്കരാചാര്യർ എഴുതിയ ഒരു മാതാവിനെ കുറിച്ച്, അല്ലെ മാതാവ് സഹിക്കുന്ന യാതനകളെക്കുറിച്ച് ഉള്ള ഒരു കീർത്തനമുണ്ട്. ആസ്ഥാം സ്ഥാപതീയം സമേതർവാലശൂലവ്യഥ നൈരുച്യം തനുശോഷണം മനമയി ശയ്യാം ച സംവത്സരി. അതായത് ഒരു സ്ത്രീ ആവുന്നത് അമ്മയാകുമ്പോഴാണ്. ഉത്തമയായ ഭാര്യ, അമ്മ, മുത്തശ്ശി, വലിയ മുത്തശ്ശി, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു സ്ത്രീ ശരിക്കും ആ ഒരു സ്ത്രീയുടെ പൂർണ്ണരൂപം എത്തുന്നത്, അല്ലേ? അപ്പോഴേ ഒരു സ്ത്രീയെ അമ്മയായെന്ന് അറിഞ്ഞ് ആ 9 മാസവും 10 ദിവസവും എത്തുന്ന കാലയളവ് വരെ, ചേരാണ് അതിന് മുമ്പായിട്ട് ചില എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ നേരത്തെ ഈ പ്രസവിക്കുന്നതും അല്ലെ ഈ സിസേറിയൻ ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. അതുവരെ ഓരോ മാസവും 3 മാസം വരെ ആ സ്ത്രീക്ക് വളരെയധികം യാതനകൾ സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ യാതനകളൊക്കെ സഹിച്ച് ആ 9 മാസം പൂർത്തിയാക്കി ഇതിനിടയ്ക്ക് വായ്ക്ക് രുചിയില്ലാതെ വരുന്ന അവസ്ഥകൾ വരും, ഛർദ്ദിക്കുന്ന അവസ്ഥകൾ വരും, ഭക്ഷണം വേണ്ടാതെ വരുന്ന അവസ്ഥകൾ വരും, ക്ഷീണം വരും, ചിലപ്പോൾ കട്ടിലേന്ന് എണീക്കാൻ വയ്യാത്ത അവസ്ഥകൾ വരും. പല ഘട്ടങ്ങളിലൂടെ കടന്നാണ് ഒരു സ്ത്രീ ശരിക്കും ഒരു അമ്മയാവുന്നത്, അല്ലേ? അപ്പം ആ ഘട്ടങ്ങളിലൂടെ കടന്ന് ഒരു പ്രസവം കഴിഞ്ഞ് അതിൻ്റെ വേദനകളും മറ്റുമൊക്കെ ആയിട്ട് നടന്ന് അതിനുശേഷം ആ കുഞ്ഞിനെ വേണ്ട സമയത്ത് ആഹാരം, വിദ്യാഭ്യാസമായാലും എല്ലാ കാര്യങ്ങളും കൊടുത്ത് ആ കുട്ടി വളർന്ന് വലുതായി കഴിയുമ്പോഴും ചേർക്ക് കാണത്തില്ല. ഒരു വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മയെ വേണ്ട, അല്ലെ അച്ഛനെ വേണ്ട, അല്ലെ അമ്മയെ വേണ്ട വിധം പരിപാലിക്കുന്നില്ല, അച്ഛനെ വേണ്ട വിധം പരിപാലിക്കുന്നില്ല. അപ്പം അമ്മയെ കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ അച്ഛൻ പോയി കഷ്ടപ്പെട്ടുകൊണ്ട് വരാതെ പറ്റുമോ? അപ്പം അങ്ങനെ വളരെ കഷ്ടതയേറി പല അമ്മമാരുടെയും വാർത്തകൾ നമ്മൾ പത്രത്തിലൂടെ നിത്യം വായിക്കുന്നുണ്ട്. പട്ടിക്കൂട്ടിലെ അമ്മയെ ഇട്ടു, അല്ലെങ്കിൽ അമ്മയെ അച്ഛനും നോക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മയെ മക്കൾ നോക്കുന്നില്ല. അങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ടല്ലോ. പക്ഷെ ഇതിൽ ഏറ്റവും കഷ്ടമായിട്ടുള്ള ഈ മക്കളാണ്. ഇത്രയും യാതനകൾ സഹിച്ച് മോനെ എന്നുള്ള ഒറ്റ വിചാരത്തിൽ പിന്നീട് ആ അമ്മ പഠിച്ച വിദ്യാഭ്യാസം അനുസരിച്ചുള്ള ജോലിക്ക് പോവാതെ, അല്ല അതിനുള്ള ഒരു കാര്യത്തിനും പോവാതെ കുഞ്ഞിനെ ഓർത്ത് കുഞ്ഞിൻ്റെ നന്നായി വരണം എന്ന രീതിയിലാണ് അമ്മ മുമ്പോട്ട് പോകുന്നത്, അല്ലേ? എന്നിട്ട് ആ അമ്മയോട് ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ആ ഒരു കഷ്ടതകൾ പലപ്പോഴും കാണാനിടയുണ്ടായി. അതായത് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ തോന്നിയത്. തീർച്ചയായിട്ടും ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും വിവാഹശേഷം ഭാര്യയുടെ കാര്യങ്ങൾ കേൾക്കണം, അല്ലെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ കേൾക്കണം, വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ അതിൽ അമ്മയ്ക്കും അച്ഛനും ഒരു സ്ഥാനം വളരെ അർഹിക്കുന്നതാണ്. അത് ഒരിക്കലും മറക്കാതിരിക്കുക. നിങ്ങൾ ഭാര്യയുടെ മക്കളുടെ സുഖത്തിന് വേണ്ടിയിട്ട്, അല്ലെ അവരുടെ സന്തോഷത്തിന് വേണ്ടി അച്ഛനെയും അമ്മയും മറക്കുമ്പോൾ ഇത് കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ എന്താണെന്നറിയാം, അനുകരണ സ്വഭാവമാണ്. അച്ഛൻ്റെ അച്ഛനോട് അല്ലെ അമ്മയോട് എങ്ങനെ പെരുമാറുന്നു, അതുപോലെ ആ കുഞ്ഞിൻ്റെ അച്ഛനോടും അമ്മയോടും പെരുമാറത്തും. അതും കൂടെ മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.